ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ആൾക്കൂട്ട വിചാരണയും അറസ്റ്റും നടത്തി തുറുങ്കിലടച്ച നീതി നിഷേധത്തിനെതിരെ മാള സെന്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന ഇടവക സമൂഹം പ്രതിഷേധിച്ചു. മാള ഫൊറോന പള്ളി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഭരണഘടന ഉറപ്പുതരുന്ന മൗലിക അവകാശങ്ങളെ നിഷേധിക്കുന്ന സമീപനത്തിനെതിരെയും കന്യാസ്ത്രീകൾ നേരിട്ട അറസ്റ്റിനും അനീതിക്കുമെതിരെയും പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു പാസാക്കി. തുടർന്ന് നടന്ന പൊതുചർച്ചയിൽ ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച പ്രതിഷേധ സൂചകമായി ഇടവക സമൂഹം മുഴുവനെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധാഗ്നി റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മുതൽ ഇടവകയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും തുടങ്ങുന്ന പ്രതിഷേധാഗ്നി റാലികൾ പ്രതിഷേധ പൊതുയോഗത്തോടെ വൈകിട്ട് 7 മണിക്ക് മാള ടൗൺ തേക്കിനിയത്ത് സ്ക്വയറിൽ അവസാനിക്കും. പരിപാടിയുടെ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു. യോഗത്തിൽ ഇടവക വികാരി ഫാദർ ജോർജ് പാറമേൽ, ഫാദർ ജോർലിറ്റ് കാക്കനാടൻ, എ.വി. തോമസ്, ഡെന്നി പള്ളൻ, ബാബു പാറേക്കാട്ട്, ഷീല ജോസ്, സ്റ്റാനി കളപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രതികരണ ശേഷി ഇല്ലാതെ പോയതിന് കാരണം നമ്മൾ ഈശോ പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിക്കണം, ആരെയും ദ്രോഹിക്കരുത്, അങ്ങനെയുള്ള കാര്യം ഈശോ നമ്മളെ പഠിപ്പിച്ചേക്കണം. പക്ഷേ ഇങ്ങനെയുള്ള വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ സാഹചര്യങ്ങളിലേക്ക് നമ്മളത് കൊണ്ടുപോയേക്കാം. ചിലപ്പോൾ ആ ഒരു പിക്ചർ നിൽക്കുന്നതായിരിക്കാം നമ്മൾ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റു പല പ്രതിഷേധം നമ്മൾ പോകാത്തത്. പക്ഷേ അതിനെയൊക്കെ അതിലംഘിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രതിഷേധം നമ്മളെ ക്ഷണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇത് ഭരണഘടന ലംഘനം മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് വലിയൊരു ലംഘനം അവിടെ നടന്നിരിക്കുക. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ പ്രതിഷേധം അറിയിക്കണം. അത് ഈ ഒരു കേസിനോട് മാത്രമല്ല, ഇത് ഇതിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഇത് ഛത്തീസ്ഗഡിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടരെ ചിലപ്പോൾ ഇനി അത് കേരളത്തിലേക്ക് വരാം, നമ്മുടെ പള്ളിയിലേക്ക്, നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ഇത് കടന്നു വരാം.